Assalamu alaikum. Hello. How are you? സുഖല്ലേ? Let's start with a question. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം കേട്ടോ. ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ മൂല്യമുണ്ടോ? ഈ മൂല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവാണ് മൂല്യം എന്ന് പറയുന്നത്. നമ്മളായി കാണണം, അപ്പോഴാണ് നമ്മളെ ലൈഫിൽ എന്താകും, നമുക്ക് മൂല്യം ഉണ്ടാകുന്നത്. ഈ വിദ്യാഭ്യാസം മൂല്യം ഒരു സൈക്ലിക് പ്രോസസ് ആണ്. വിച്ച് മീൻസ് നമ്മളെ ലൈഫിൽ വിദ്യാഭ്യാസം ഉണ്ടായെങ്കിലേ മൂല്യം ഉണ്ടാവുള്ളൂ, മൂല്യം ഉണ്ടായെങ്കിലേ വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അങ്ങ് ദൂരെ അമേരിക്കയിൽ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി പഠിച്ചിരുന്നു. ആ വിദ്യാർത്ഥി എന്തായിരുന്നു? ആ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ആ കുട്ടി എന്ത് മന്ദബുദ്ധി എന്ന് വിളിച്ചു, കളിയാക്കി. എന്നിട്ട് ആ ടീച്ചറെ സ്കൂളിൽ നിന്ന് ഒരു കത്ത് ആ കുട്ടിയുടെ കയ്യിൽ കൊണ്ടയച്ചു. എന്നിട്ട് എന്തായി? കൊണ്ടയച്ചതിനു ശേഷം ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടി ആ ഉമ്മക്ക് കൊടുത്തു. ഉമ്മ, എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ ഉമ്മ ആ കത്ത് വായിച്ചു നോക്കി. അതിൽ ആ കത്ത് എഴുതിയിരിക്കുന്നത് ആ കുട്ടിക്ക് ബുദ്ധിയില്ല, കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല എന്നായിരുന്നു. പക്ഷേ ആ ഉമ്മ ആ കുട്ടിയെ, നിനക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ, നീ ഉയർന്നവനാണ്, നിനക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ യോഗ്യതയില്ല, നീ ഇവിടെ ഒന്നല്ല പഠിക്കേണ്ടത്, നീ ഉയർച്ചകളിലേക്ക് എത്തി പഠിക്കണമെന്ന് പറഞ്ഞു. സംടൈംസ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്തായി? നമ്മള് പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി. ലോകം കണ്ടതിൽ ഏറ്റവും വെച്ച പ്രസിദ്ധനായ ഒരാളാണ് അദ്ദേഹം. നിങ്ങൾക്കറിയോ? എഡിസൺ ആണ് അദ്ദേഹം. എഡിസൺ. നമ്മളിപ്പോ ലോകത്തിൽ അറിയപ്പെടുന്ന പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ അദ്ദേഹമാണ്. നമ്മളിപ്പോ ബൾബ് കണ്ടുപിടിച്ചു, നമുക്കിപ്പോ നമ്മളെ ചുറ്റുപാടുന്ന ബൾബ് കണ്ടുപിടിച്ചു, അതൊക്കെ ഒരു ഉദാഹരണമാണ്. എഡിസൺ ആണ് നമുക്ക് ഇത്രക്കും അദ്ദേഹം ഒന്നും അല്ലായിരുന്ന സ്ഥാനത്ത് അദ്ദേഹം ഈ പൊസിഷനിൽ എത്താൻ കാരണം അദ്ദേഹം എടുത്ത തീരുമാനമാണ്, അദ്ദേഹത്തിന്റെയും ഉമ്മയുടെയും തീരുമാനമാണ്. ഞാൻ ഇന്ന പൊസിഷനിൽ എത്തണം, അപ്പോഴാണ് എന്റെ ലൈഫിൽ എന്താകണമെന്ന് തീരുമാനിക്കുന്നത്. ഡിസിപ്ലിൻ ഈസ് എ മോട്ടിവേഷൻ. നമ്മൾ ഡിസിപ്ലിനോട് കൂടെ മോട്ടിവേഷൻ കൊണ്ടുപോയാൽ തന്നെ എന്താവുള്ളൂ, നമ്മൾ ലൈഫിൽ സക്സസ് എന്ന ആ പൊസിഷൻ നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്താകണം? അധ്വാനിക്കണം. നമ്മളെ സമൂഹം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു നല്ല പ്രൊഡക്റ്റായി പുതിയ സമൂഹത്തിന് എങ്ങനെ വരണം, എപ്പോ വരണം, ഏത് രീതിയിൽ വരണം, ഏത് കോലത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മളെ കഴിവുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ബുദ്ധി ഏറ്റവും വികസിച്ച ഈ ടെക്നോളജി വരെ എത്താൻ കാരണം നമ്മളെ ബുദ്ധിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ബുദ്ധി എത്രത്തോളം വികസിച്ചതാണ്. നമ്മുടെ ഒന്നുമല്ലാതിരുന്ന നമ്മുടെ കാലത്ത് നമ്മൾ ഇവിടെ ടെക്നോളജി വളർന്ന് ഉയർച്ചകളിലേക്ക് എത്തിയതിന് കാരണം നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറയുന്ന ഈ സാധനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം പറയാൻ വാക്കുകളില്ല, അത്രത്തോളം നമ്മുടെ തലച്ചോറ് വികസിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. ഞാനല്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾക്ക് എന്താ? ആത്മവിശ്വാസമില്ല, ധൈര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ട്? നമ്മളിപ്പോ പണ്ടത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോഴത്തെ വിദ്യാർത്ഥികൾ എന്താണ്? അവർക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മൾ അതിനനുസരിച്ച് എന്താക്കണം? ജീവിതത്തിൽ വിജയിക്കണം. പ്രശസ്ത നഹ്വി കിതാബുകളിലും അൽഫിയകളിലും ഒക്കെ പറഞ്ഞു വരുന്ന ഒരു വേർഡാണ് മൻജദ്ദ വജദ. ഒരുത്തൻ പരിശ്രമിച്ചാലതാ അവൻ വിജയിക്കടാ. നിങ്ങൾ അത് മനസ്സിലാക്ക്. There are three steps success in your life. Ways. There are three steps
സക്സസ് 3 വഴികളുണ്ട് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ വിജയിക്കാൻ. ഒന്നാമതെന്ന് വെച്ചാല് നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ബുക്ക് മറിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ നിങ്ങൾ എന്താക്കണം, ജീവിതം എന്താക്കണം, പഠിക്കണം. പിന്നെ ഒക്കെ നോളേജ് എന്താക്കണം, ഉണ്ടാക്കിയെടുക്കണം. അപ്പേ നമ്മള് ലൈഫ് ഉണ്ടാവുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഈ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഞാൻ എത്ര എഫോർട്ട് എടുത്തു അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈഫിൽ. ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് സറൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷർ ഇല്ലേ, ആ പ്രഷറെ നിങ്ങൾ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈഫിൽ എന്താകണം, മുന്നേറണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.